നമുക്കിപ്പം ആദിൽ പാലോട് കൂടി ചേരുന്നുണ്ട്. ആദിൽ പാലോട് ഇപ്പോൾ ഉള്ളത് വിദേശകാര്യ മന്ത്രാലയത്തിന് മുന്നിലാണ്. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. ഇന്നലെ ഹേരംബ കർമർക്കർ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ കൂടി മരിച്ചിരുന്നു. സൈപ്രസിലെ കുടിയുള്ള ഒരു ഒരു കപ്പൽ കമ്പനിയിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അടക്കം ഇതുവരെ പശ്ചിമേഷ്യയിൽ നമുക്ക് നഷ്ടപ്പെട്ടത് 13 സഹോദരങ്ങളെയാണ്. 13 ഇന്ത്യക്കാരാണ് ഈ പശ്ചിമേഷ്യയിലെ അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. ആശങ്കയുണ്ട്. സ്റ്റേറ്റ് എങ്ങനെയാണ് വിദേശകാര്യ മന്ത്രാലയം ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്? എന്തെങ്കിലും നടപടികൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടോ ആദിൽ പാലോ? അരുൺകുമാർ, ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഞാനിപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിലാണുള്ളത്. ഈ സ്ഥലത്താണ് ഇന്നലെ ഇറാന്റെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി, ഉപസ്ഥാനപതിയെ വിളിച്ചുവരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത്. ഒരിക്കലും നാവികർക്കെതിരായ ആക്രമണങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അറിയിച്ചിരുന്നത്. മാത്രമല്ല, ഇനി ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇറാൻ ശ്രദ്ധിക്കണം എന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നു. അരുൺ പറഞ്ഞതുപോലെ കാണാതായ നാവികന്റെ മരണം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മാസം 12-ന് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പൽ ആക്രമിക്കപ്പെട്ടിരുന്നു. പൂനെ സ്വദേശിയായ എഞ്ചിനീയർ ഹേരം കർമർക്കറാണ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നു. ഏറ്റവും പുതിയ കാര്യം, ഈ നാവികർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം, നാവികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ സുരക്ഷ ഒരുക്കാൻ ഇന്ത്യ കരുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. നാവികരെ നിരീക്ഷിക്കാൻ പ്രത്യേക ഓപ്പറേഷണൽ ഡാഷ്ബോർഡ് ആരംഭിക്കാനുള്ള തീരുമാനം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന അന്തർ മന്ത്രാലയ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഏത് രാജ്യത്തിന്റെ കപ്പലാണെങ്കിലും അതിൽ ഇന്ത്യക്കാരുണ്ടെങ്കിൽ ഒരു പ്രത്യേക നിരീക്ഷണം ഉണ്ടാകും. തത്സമയം ഈ വിവരങ്ങൾ ഡാഷ്ബോർഡിൽ ലഭിക്കും. അപകടത്തിൽപ്പെടുന്ന നാവികരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ഇനി മുതൽ പ്രത്യേക ലൈസൻസ് ഓഫീസർമാർ ഉണ്ടാകും എന്നുകൂടി ഈ തീരുമാനത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. ഏതായാലും വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യങ്ങളെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തിയേക്കും എന്ന വാർത്തകളും കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നിരുന്നു. കടുത്ത പ്രതിഷേധം ഇന്ത്യക്കുണ്ട്. അന്താരാഷ്ട്ര വേദികളിലും ഇറാനെതിരെ ഇന്ത്യ പ്രതിഷേധമുയർത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.